ഇന്നത്തെ വിഷയം ലോട്ടറിക്കാരുടെ പ്രശ്നങ്ങളാണ്. നമ്മുടെ ഒരു ചേട്ടനുണ്ട്, ലോട്ടറി വിൽക്കുന്ന ചേട്ടനുണ്ട്. ആളോട് കാര്യങ്ങൾ ചോദിച്ചറിയാം. ചേട്ടാ, എന്തെങ്കിലും ഞാനിവിടെ വിൽപ്പന തുടങ്ങിയിട്ട് 10-11 കൊല്ലത്തോളമായി. മറ്റേ ഉമ്മൻചാണ്ടി സർക്കാരുള്ള സമയത്ത് എനിക്ക് നല്ല മാതിരി പ്രൈസുകളൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം ഭരണം മാറിയതിന് ശേഷം പ്രൈസ് വളരെ കുറവാണ് എൻ്റെ അനുഭവത്തിൽ കേട്ടോ. മൊത്തം ബാക്കിയുള്ളത് അറിയില്ല. എന്നാൽ വലിയ പ്രൈസ് വീഴില്ല എന്നൊന്നും പറയാൻ പാടില്ലേ. കാരണം എനിക്ക് ഫസ്റ്റ് പ്രൈസ് കാരണം കിട്ടിയിട്ടുള്ളതാണ്. ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടെങ്കിലും മറ്റുള്ള പ്രൈസുകൾ, ചെറിയ പ്രൈസുകളൊക്കെ വളരെ കുറവായി. കമ്മീഷൻ ഞങ്ങളുടെ 500 രൂപയാണ് 60 രൂപ ഉണ്ടായിരുന്ന കമ്മീഷൻ. അത് കുറച്ചു, കമ്മീഷൻ കുറച്ചു. അങ്ങനെ മൊത്തത്തിൽ ഇപ്പോൾ പ്രൈസും ഒരിക്കലും ഇല്ല. പ്രൈസ് ഏത് കടയിൽ നിന്ന് എടുത്താലും പ്രൈസ് എടുത്താലും കിട്ടുന്നില്ല. എല്ലായിടത്തും ഏത് കടയിൽ നിന്ന് എടുത്താലും എന്തോ തെരഞ്ഞെടുപ്പ് ടിക്കറ്റ് കൊണ്ടുവന്ന് വിൽക്കണ പോലെ വല്ലപ്പോഴും അങ്ങനെ ഒരു 200-100 വീഴണതുള്ളൂ. ഇവിടെ ഇങ്ങനെ ഒരു അനുഭവം ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് എനിക്കുണ്ടായിട്ടില്ലേ. ഇപ്പോൾ കുറച്ച് സമയം എന്താണെന്നറിയില്ല. അതിൽ എന്തോ ഇത് നടക്കണ പോലെ തോന്നുന്നു. എന്തോ ഇതുകൾ നടക്കണ പോലെ തോന്നുന്നു. കാരണം ഈ പെട്ടെന്ന് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത മാതിരി പ്രൈസുകൾ ഇല്ലാണ്ടായതേ എനിക്കിന്ന് മാത്രമല്ല, മൊത്തത്തിൽ ഇവിടെ എല്ലാ വിൽപ്പനക്കാരും വളരെ മോശം ഇതാണ് പറയുന്നത്. പ്രൈസിൽ കുറേ ആൾക്കാരൊക്കെ തുടങ്ങി, അതുപോലെ തന്നെ നിർത്തിയവർ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകളും കടബാധ്യതയൊക്കെ വരിക. വിൽപ്പനയിൽ ഒരു 460 ടിക്കറ്റ് എടുത്ത് വിൽക്കുന്ന ആൾക്ക് 360 രൂപയാണ് ശരിക്കും വിലയ്ക്ക് കൊടുത്താൽ കിട്ടുക. 360 രൂപ. അതിൽ 6-8 എടുക്കുമ്പോൾ ഒരുമിച്ച് എടുക്കുമ്പോൾ എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. പിന്നെ ഒരു 3-4 ബാക്കി വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കാൻ പോകണമെങ്കിൽ വേറെ പൈസ കയ്യിൽ നിന്ന് എടുത്തുണ്ടാക്കിയിട്ട് വേണം. പ്രൈസ് ഇടയ്ക്ക് വീഴുകയാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. ഇടയ്ക്ക് പ്രൈസ് വീഴുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ പ്രൈസ് വീഴാത്ത കാരണം മാസങ്ങളോളം ചിലപ്പോൾ ഒന്നും വീഴാണ്ട്, ഒരു മാസത്തോളം ചിലപ്പോൾ ഒരു പ്രൈസും വീഴാണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ നിലനിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ തുടങ്ങി 5-10 കൊല്ലമായി തുടങ്ങി. എനിക്ക് ഫസ്റ്റ് പ്രൈസൊക്കെ വീണതിൻ്റെ പുറത്ത് ഇങ്ങനെ പിടിച്ച് നിൽക്കണ്. വീട്ടിൽ വലിയ ഇതുകളൊന്നും ഇല്ലാത്ത കാരണം അതുകൊണ്ട് അല്ലാത്തവർക്ക് കുടുംബം കഴിയുന്ന ഒരാൾക്കൊന്നും ഈ 10-60 ടിക്കറ്റ് വിറ്റിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. തുടങ്ങിയ പല ആൾക്കാരും ആ തുടങ്ങിയ സ്പീഡിൽ തന്നെ നിർത്തി. കാരണം അവർക്ക് ഇത് എന്തെങ്കിലും പ്രൈസ് ഇടയ്ക്ക് വീണാലേ ഈ ബാക്കി വരുമ്പോഴും ഇതൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഒരു മാസം വരെ ഒന്നും വീഴാണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അപ്പം ഒന്ന് ആലോചിക്കുക എന്തോ അത് എന്ന്. എന്തെങ്കിലും കളികൾ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഞാൻ. കാരണം അല്ലാണ്ട് ഇപ്പം അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല. അതിപ്പോൾ ഉദ്യോഗസ്ഥ അവർ അറിഞ്ഞിട്ടാവണമെന്നില്ല. ഇതിൻ്റെ ലോബികളുണ്ടല്ലോ, ലോട്ടറി ലോബി, ഇതിൽ തന്നെ പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരിത് വലിയ സെയിമുകളൊക്കെ ആക്കി വീഴാൻ സാധ്യതകളൊക്കെ നോക്കി, വീഴാത്ത നമ്പറുകളൊക്കെ നോക്കി അങ്ങനെ വലിയ സെയിമുകളൊക്കെ ആക്കി 120ഉം വലിയ സെയിമുകളാക്കി വലിയ ടീമുകൾക്കൊക്കെ കൈകാര്യം ചെയ്യുക. അപ്പോൾ വീഴുമ്പോൾ അവർക്ക് കിട്ടുള്ളൂ 5000 വീഴാണ് ഞാൻ. അപ്പോൾ ഒരു ഭാഗം മുഴുവൻ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഈ പുതുക്കാട് ആമ്പല്ലൂർ ഏരിയയിൽ ഒരു ദിവസത്തിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കടയിലൊക്കെ ഒരു 5000 വീഴുക. മറ്റത് മാറി അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വീണിരുന്ന. ഇവിടെ 5000 വീണ് അപ്പുറത്ത് വീണ് അങ്ങനെ വീണിരുന്നതാണ്. 5000ൻ്റെ അതല്ലേ ഇപ്പോൾ 100ഉം 200ഉം അത്രയേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ തെരവ് ടിക്കറ്റാണോ പോകുന്നത്? തെരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യന്തോളിന്ന് ടിക്കറ്റ് എടുക്കുമ്പോട്ട് തിരയുണ്ട്. അവിടെ നിന്ന് തൊട്ട് തിരയും. വലിയ ഏജന്റുമാർ അതിൻ്റെ ഉള്ളിൽ കടന്ന് അവർക്ക് പറ്റിയ നമ്പറുകൾ അവരെടുക്കും. ബാക്കിയുള്ള അവിടെ വരുന്ന ചില്ലറ വിൽപ്പനക്കാർക്കൊക്കെ കൊടുക്കും. അവർ കൊണ്ടുവന്നിട്ട് പിന്നെ അവരൊരു തിരയും. അങ്ങനെ തിരഞ്ഞായിട്ട് ലാസ്റ്റ് വരുമ്പോഴാണ് ഞങ്ങളെ പോലെ ഈ 60-30 ടിക്കറ്റ് വിൽക്കുന്നവർക്ക് കിട്ടുന്നത്. അത് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം മുമ്പ് വീണ നമ്പറുകളൊക്കെ ആവും. അങ്ങനെയാണ് ഈ തെരവ് എന്ന് പറയുന്നത്. 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ 3-4 ദിവസം മുമ്പ് ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ വീണ നമ്പറുകളൊക്കെ ആവും പിന്നെ ഞങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടുമ്പോൾ അത് കൊണ്ടുവന്ന് വിറ്റ് കഴിയുമ്പോൾ റിസൾട്ട് വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ആ വീഴാൻ സാധ്യതയുള്ള നമ്പർ നമുക്ക് അങ്ങനത്തെ നമ്പർ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. തെറ്റി അവരെ കണക്കൂട്ടലൊക്കെ തെറ്റി ഇടയ്ക്ക് വരുമ്പോൾ എന്തെങ്കിലും കിട്ടുമ്പോൾ ഇത് എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വേറെ അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം ഫസ്റ്റ് പ്രൈസ് കിട്ടിയ കാരണമാണ് ഞാൻ പറഞ്ഞത്. അത് 2018 അതിനുശേഷം വല്ല പ്രൈസ് വലിയ വീണുണ്ടോ? 1 ലക്ഷം വീണുണ്ട്. 1 ലക്ഷം വീണുള്ളൂ. അത്രയ്ക്കുള്ളൂ. സർക്കാരിനോട് പറയാനുള്ളത് ഇപ്പോൾ ഈ കമ്മീഷൻ്റെ കാര്യത്തിലാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളവർക്ക്. മറ്റുള്ള അതുകൾ മറ്റേ LDFൻ്റെ സർക്കാരുള്ള സമയത്ത് ഞാൻ CITൻ്റെ യൂണിയനിൽ പെട്ട ആളായിരുന്നു. അപ്പോൾ അവിടെ പറയും വലിയ സെയിമുകളൊക്കെ എല്ലാ കടകളിലും കയറി പരിശോധിക്കും, എല്ലാ കടകളിലും നോക്കും, ചെക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും
അത് ഇപ്പോഴും നടക്കണൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ 120 സെയിം, 48 സെയിം, 60 സെയിം ഒക്കെ ആയിട്ട് ഇപ്പോഴും വിൽക്കണൊക്കെ ഉണ്ട്. അതൊന്നും നിർത്തല. അതൊക്കെ അങ്ങനെ വല്ലതൊക്കെ ഇതുകൾ ചെയ്ത് കഴിഞ്ഞാൽ അതിലിത് പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഗവൺമെന്റ് അറിഞ്ഞിട്ട് ആവണമെന്നില്ലാന്ന്. ഇതിന്റെ ഉള്ളിൽ ഈ പൈസയുടെ ഇടപാട് നടക്കണോടത്തൊക്കെ ഈ കള്ളകളികളി ഉണ്ടാവും. അതിപ്പോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ അറിയണമെന്നില്ലേ. അതിന് താഴെയുള്ള ഈ ഇതിൽ കിടക്കുന്ന ആൾക്കാരാണ് ഈ കളികൾ കളിക്കുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് സംഘടിപ്പിച്ചിട്ട് വലിയ സെയിമുകളാക്കിയിട്ടൊക്കെ അത് കച്ചവടക്കാർക്കൊന്നും അറിയില്ല. അത് എടുക്കാനായിട്ട് വലിയ വലിയ പാർട്ടികളുണ്ടാവും. 120 സെയിം, 86 സെയിം, 80 അങ്ങനെയൊക്കെ വലിയ സെറ്റുകളാക്കിയിട്ട്. ഈ പണ്ടത്തെ ഈ കൂട്ടാൻ ടാറ്റാന്റെ രീതിയാണോ സെയിം എന്ന് പറയുമ്പോൾ? അങ്ങനെയാണ് ആ സംഭവമാണോ കൂട്ടാൻ ടാറ്റന്റെ രീതിയല്ല. ഇത് പല ട്രഷറികളിൽ നിന്നും അവർ ടിക്കറ്റുകൾ സെയിം ടിക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. അവർ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് സംഘടിപ്പിച്ചിട്ട് ഇതിന്റെ ആൾക്കാരുണ്ട്. അപ്പോൾ അതുണ്ട്. അത് കാരണം വെച്ചാൽ പല ട്രഷറികളിൽ നിന്ന് ടിക്കറ്റുകൾ വരുന്ന നമ്പറുകളുണ്ടല്ലോ, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് ഫോണിൽ കൊടുത്ത് ഇത് നമ്പറുകൾ കൂട്ടി യോജിപ്പിച്ചിട്ടേ പല തുടക്കം വ്യത്യാസം ഉണ്ടാവും. ലാസ്റ്റത്തെ 4 അക്കം മാത്രമേ സെയിം ആയിരിക്കുള്ളൂ. മറ്റത് പലതും സ്റ്റാർട്ടിങ് നമ്പറൊക്കെ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ 108 ലക്ഷം ടിക്കറ്റ് ആക്കിയ പിന്നെ പ്രൈസ് കുറഞ്ഞത് ശരിക്കും 96 ലക്ഷം ഉള്ളപ്പോൾ അത്ര കുഴപ്പമുണ്ടായില്ല, അത്ര ഇതുണ്ടായില്ല. അന്ന് ആ 96 ലക്ഷം വിൽക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ പ്രൈസ് ലിസ്റ്റിൻ്റെ ഏകദേശം ഇതിൽ തന്നെ ഇപ്പോഴും 108 ലക്ഷം ടിക്കറ്റ് അടിച്ചിട്ടും വലിയ വ്യത്യാസമൊന്നും ഇല്ല കാര്യമായിട്ട്. പിന്നെ കമ്മീഷനാണ് ഏറ്റവും വലിയ ഇതാക്കിയത്. 500 രൂപ വല്ലപ്പോഴും വീണ് കഴിഞ്ഞാൽ 60 രൂപ കിട്ടിയിരുന്നത് 50 രൂപയാക്കി. 5000-ന് 600 രൂപ ഉണ്ട്, 500 രൂപയുള്ളൂ. അത് കടക്കാർ 50 രൂപ ചില കടക്കാർ പിടിക്കും. 500 തയ്ച്ച് കിട്ടില്ലേ, 450 ചില കടക്കാർ തരുള്ളൂ. 5000 വീണ് കഴിഞ്ഞാൽ 500 രൂപയാണ് ഗവൺമെൻറ് ഇപ്പോൾ കൊടുക്കുന്നത്. അത് ഈ കടക്കാർ അവർ 50 രൂപയൊക്കെ അവർ പിടിക്കും. ആദ്യം 5000-ന് 600 ഉണ്ടായിരുന്നു. അപ്പോൾ വല്ലപ്പോഴും ഒരു 5000-500 വീണ് കഴിഞ്ഞാൽ കിട്ടുന്ന കാശൊക്കെ കുറഞ്ഞു. മൊത്തത്തിൽ കമ്മീഷനിലും ഒക്കത്തിലും കുറവ്. പിന്നെ ഈ പ്രൈസ് മൊത്തം കുറഞ്ഞപ്പോൾ കച്ചവടം വളരെ മോശമായി. അപ്പോൾ ഈ 60 ടിക്കറ്റ് എടുക്കുന്ന ആൾ ചിലപ്പോൾ ഉച്ച വരെ നടന്നിട്ട് 5-6 ബാക്കി വരും. 6 ബാക്കി വന്നു കഴിഞ്ഞാൽ 300 രൂപ 6 ടിക്കറ്റിനായി. 360 രൂപ ശരിക്കും വിലയ്ക്ക് വിറ്റേ കിട്ടുള്ളൂ. അപ്പോൾ 2-3 ദിവസമൊക്കെ വല്ലയിടത്തുനിന്നൊക്കെ കടം മേടിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പതിപ്പിനൊക്കെ മേടിച്ച് 2-3 ദിവസമൊക്കെ മേടിച്ചൊക്കെ നോക്കും. അത് കഴിഞ്ഞിട്ട് പറ്റാണ്ട് ഇപ്പോൾ അതിനിടയ്ക്ക് ഭാഗ്യത്തിന് വലുത് വീണ അവങ്ങനെ തുടർന്ന് കച്ചവടം നടന്നുകൊണ്ടിരിക്കും. ഞാൻ ലോട്ടറി കച്ചവടം തുടങ്ങിയിട്ട് 20 വർഷത്തോളമായി. 20 വർഷത്തോളമായി ഞാൻ ലോട്ടറി കച്ചവടം. ഒരു 20 വർഷം തുടങ്ങിയിട്ട് ഇന്നലെ എനിക്കൊരു സമ്മാനം പറഞ്ഞത് വലിയൊരു സമ്മാനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ അടയ്ക്ക ഒരു 5000 രൂപ വീഴും. പിന്നെ ചെറുപക പൈസകൾ കിട്ടണം. 10 വർഷമായിട്ടും തീരെ കിട്ടണില്ല. ഇപ്പോൾ ആകെ ബുദ്ധിമുട്ടിലാണ്. ഈ വിൽപ്പന നിശ്ചയിച്ചിട്ടൊന്നും കമ്മീഷൻ കുറച്ച് കാരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണില്ല ഈ ലോട്ടറി കച്ചവടം. അപ്പോൾ അതിനു വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണം. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മീഷൻ വളരെ കുറവാണ്. ആ കമ്മീഷൻ പരിഹരിക്കുക. പിന്നെ പ്രൈസ് കൂട്ടുക, ടിക്കറ്റിൻ്റെ വില കുറയ്ക്കുക. അത് പഴയതുമാതിരി തന്നെ ആക്കണമെന്ന്. അതായത് 40 രൂപ എന്നായിരുന്നത് ഇപ്പോൾ 40 രൂപ തന്നെ ആക്കണം എന്നുള്ള നിർബന്ധം കാരണമാണ് എല്ലാവരും ഇപ്പോൾ പറയുന്നത് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലവരൊക്കെ നിർത്തലാക്കി ലോട്ടറി കച്ചവടം. അതായത് പ്രൈസ് ഇല്ല. 10 വർഷത്തോളമായിട്ട് പ്രൈസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ പ്രൈസ് കൂട്ടി കൊടുക്കാൻ പ്രൈസ് എത്രയും വട്ടം പരിഹാരം കണ്ട് ഇതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് വിനിമയം പറ്റിക്കുന്നു. സർക്കാരിനോട് പറയാനുള്ളത് പ്രൈസും കമ്മീഷനും അടിയന്തരമായി കൂട്ടണം. ഏത് സർക്കാർ വന്നാലും പാവങ്ങളുടെ മുതുകത്ത് കയറാൻ അവർക്കൊക്കെ നേരമുള്ളൂ. പാർട്ടി ഓഫീസിൻ്റെ ഭാഗത്തേക്ക് പോയി മുട്ടിടിക്കും. വൈകി കിട്ടണ നീതി നിഷേധിക്കുന്നതിന് തുല്യമാണ്. സാധാരണ സർക്കാർ സ്ഥിരം പറയുന്ന ഡയലോഗാണ് നിയമത്തിൻ്റെ വഴിക്ക് പോകണമെന്ന്. നിയമത്തിൻ്റെ വഴിക്ക് പോകണതല്ല, നിയമം നടപ്പിലാക്കാൻ വേണ്ടത്. അതിന് ഇച്ഛാശക്തിയുള്ള സർക്കാർ വേണം. അത് കേരളത്തിൽ ഇതുവരെ അങ്ങനെ ഒരു സർക്കാർ ഉണ്ടായിട്ടില്ല. കാരണം പറഞ്ഞാൽ മൂന്നാറ് കയ്യേറ്റ ഭൂമി ഒഴിപ്പിക്കൽ, അച്യുതാനന്ദ സഖാവ് കാര്യമായിട്ട് ഒഴിപ്പിക്കലൊക്കെ നടത്തി. പാർട്ടി ഓഫീസിൻ്റെ അവിടെ വന്നപ്പോൾ മുട്ടിടിച്ചു, അവിടെ വെച്ച് നിർത്തി. തിരുവനന്തപുരത്ത് ED വിഷയം, ആൾ ഒരുപാട് ബുക്കൊക്കെ വായിച്ചിട്ടുള്ള ആളാണ്, നല്ല അറിവുള്ള ആളാണ്. പത്രപ്രവർത്തകർ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഉത്തരം പറയാൻ 2 ദിവസം പിടിച്ചു. മുക്കിൻ്റെ തുമ്പത്തിരിക്കുന്ന ആൾക്കാരെ പിടിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് കാണാമറയത്തുള്ള ആൾക്കാരെ പിടിക്കാൻ പോകുന്നത്.
ഒരു ഇളങ്കാറ്റ് പോലും വീശിക്കാൻ കഴിവില്ലാത്ത കിഴങ്ങന്മാരാണ് കൊടുങ്കാറ്റ് ഉണ്ടാക്കാൻ പോണത്. ജയ് ഹിന്ദ്.